ഈ കുടുംബഭാരം ഏറ്റെടുക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു കുടുംബത്തിലെ മൊത്തം ഇയാള് അങ്ങ് ടെൻഡർ എടുക്കും. എങ്ങനെയാണെന്നറിയാം, മൂത്ത മകനായിപ്പോയി, അച്ഛൻ്റെ അമ്മയുടെ മൂത്ത മകൻ. വേറെ ആരാ എടുക്കുന്നത്? അദ്ദേഹം കയറി അങ്ങ് എടുക്കും. താഴെ അനിയനുണ്ട്, 2-3 പെങ്ങന്മാരുണ്ട്, ലാസ്റ്റിലൊരു അനിയനുണ്ട്. ഇപ്പൊ ഇതില് ഒരു വ്യക്തി ഹാൻഡിക്യാപ്ഡ് ആയിരിക്കും. ഇതാണ് സാധാരണ കാണുന്നത്. ഒന്നിൽ അദ്ദേഹത്തിന് ചെവി കേൾക്കില്ല, അല്ല എങ്കിൽ കാല് മുടന്തോ അതുപോലുള്ള എന്തെങ്കിലും. പെങ്ങന്മാരുടെ വിവാഹം കഴിഞ്ഞു. മൂത്ത ചേട്ടൻ നിന്ന് ഭയങ്കരമായിട്ട് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വഹിച്ച് പെങ്ങന്മാരുടെ വിവാഹമൊക്കെ നടത്തി. സ്വന്തം ഭാര്യയുടെ എട്ടുതാലി വരെ എടുത്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ അമ്മയും അച്ഛനും പറയുന്നു, മോനെ നീ ഉള്ളത് കൊണ്ട് നടന്നു. ഈ സമയത്ത് അനിയൻ, പുള്ളിക്ക് വയ്യ, പുള്ളിക്കാരന് ജോലിയൊന്നും ചെയ്യില്ല, 3 നേരം നല്ലതായിട്ട് ആഹാരമൊക്കെ കഴിക്കും. പക്ഷേ നാട്ടിൽ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് പുള്ളിക്ക് ഇപ്പോഴും. ഇതാണ് നമ്മൾ സാധാരണ കാണാറുള്ള ഒരു വീട്. പെങ്ങന്മാർ വിവാഹം കഴിച്ചു പോകുന്നു, അവരുടെ കാര്യം നല്ല വിശാലമായിട്ട് നടക്കുന്നു, എല്ലാ കാര്യം കുട്ടികളായി, അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അച്ഛനും അമ്മയും ഇവിടെ മകൻ നോക്കുന്നുണ്ട്, അമ്മയ്ക്ക് മരുന്ന്. അച്ഛന് ഇടയ്ക്ക് അച്ഛൻ പറയും ലേഹ്യം വേണം, അല്ലെങ്കിൽ അത് വേണമെങ്കിൽ ഗ്യാസ് ആണെന്ന് പറഞ്ഞ് ഇപ്പൊ കുപ്പി വരെ മകൻ മേടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മകൻ. അതായത് ഇതുപോലെ അച്ഛൻ്റെ അമ്മയുടെയും സർട്ടിഫിക്കറ്റ് മേടിച്ച് നടക്കുന്ന മകൻ. ഈ സർട്ടിഫിക്കറ്റാണ് ഇയാളെ തോൽപ്പിച്ചേക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയാണ് ഇയാള് സ്വന്തം ജീവിതം നോക്കാതെ, സ്വന്തം ഭാര്യയുടെ കെട്ടുതാരിയും മക്കളുടെ സുഖവും ഒന്നും ആലോചിക്കാതെ ഈ വീടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങൾക്ക് തോന്നുന്നു ഇത് കോമൺ ആയിട്ട് ഇവിടെ നടക്കുന്നതുകൊണ്ട് ഇതൊരു വിഷയമല്ല. ഇത് ഏറ്റവും വലിയ വിഷയമാണ്. ഇത് നിങ്ങൾക്ക് സംഭവിക്കും. ഉദാഹരണത്തിന്, ഞാൻ സമൂഹത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ ഓരോ വ്യക്തി എൻ്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി എന്ത് വാചകം ഉപയോഗിക്കാം. നല്ല ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയും നല്ലതായിട്ട് ചെയ്യുന്നത്, അടിപൊളിയായിട്ട്, എന്താ ഡ്രസ് സെൻസ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ അവർക്ക് ഒരു പൊങ്ങച്ചുള്ളവരാണെങ്കിൽ അവർ പറയും അവളാണ്, ഞാൻ അത്രയൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ, വളരെ ഞാൻ സാധാരണ പോയി എടുത്ത അതേപോലെ 10 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇയാൾ മെനക്കെട്ടിട്ടായിരിക്കും എടുത്തേക്കുന്നത്. കാരണം അങ്ങനെയാണല്ലോ ഡ്രസ്സ് എടുക്കാറുള്ളത്. ഡ്രസ് സെൻസ് ഉള്ള ആൾക്കാർ സമയമെടുത്ത് ഡ്രസ്സ് എടുക്കാറുണ്ട്. അവർക്കറിയാം അവരുടെ ഡ്രസ്സ് ഓക്കെ ആണോ, അവർക്ക് ഇട്ട് നോക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പറയുന്നവൻ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയായിരിക്കും ഇത് പറയുന്നത്. അപ്പൊ ഇത് സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ബോധ്യപ്പെടുത്തൽ നടത്തുന്നത് നമ്മൾ വീഴാതിരിക്കണം. തീർച്ചയായിട്ടും എന്തുദ്ദേശത്തിലാണ് ഇയാൾ വന്ന് പറയുന്നത്? ഇതിലൊക്കെ ഒരുപാട് കള്ളക്കളികളുണ്ട്. അതാണ് ചിലർ പറയാറുള്ളത്, എൻ്റെ ജീവിതം മതിയാകത്തില്ലല്ലോ ഇതൊക്കെ, ഈ സത്യം മനസ്സിലാക്കാൻ. 50, 40, 50 ഒക്കെ വയസ്സ് കഴിഞ്ഞവർ സംസാരിക്കാറുണ്ട്. ജീവിതം പഠിച്ചു വരുമ്പോഴേക്ക് നമുക്ക് ജീവിതം കഴിയും. പഠിക്കാനൊന്നുമില്ല. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, അവനവന്റെ കാര്യം നോക്കുക. അതായത് നമ്മൾ നമ്മുടെ സുഖത്തിനായിട്ട്, അത് കവിയൊക്കെ പലതും പാടും. കവി പാടിക്കൊണ്ടിരുന്ന കവി എങ്ങനെയാ പോയെന്ന് എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിലുള്ള സകല വിശുദ്ധന്മാരും കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താണ്? സത്യം പറയാൻ പാടില്ല, അല്ലെങ്കിൽ സത്യവാചകം പ്രാവർത്തികമാക്കാൻ പാടില്ല. പക്ഷെ സത്യം വേണം. നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടി സത്യം നല്ലതാണ്. നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ മതി, ആരെയും വഞ്ചിക്കാതിരുന്നാൽ മതി. പക്ഷെ ബാക്കിയുള്ളവരുടെ വഞ്ചന പോകാതിരിക്കണം. ഇപ്പോ സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ പറയുകയാണ്, എൻ്റെ മോനെ നീ ഉള്ളതുകൊണ്ടാണ് ഈ വീട് ഓടുന്നത് എന്ന് പറഞ്ഞ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി സ്വന്തം ഭാര്യയുടെയും കെട്ടുതാലിയും മക്കളെ സൂക്ഷിക്കാനുള്ള ആ പൈസയും എല്ലാം എടുത്ത് സ്വന്തം വീടിന് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ലാസ്റ്റ് ഭാഗം വെക്കുമ്പോൾ ഒന്നും കിട്ടാതെ പോകുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ അന്ന് പൊക്കി പറഞ്ഞ അമ്മ പറയും, അത് നീ നിന്റെ കാര്യം നോക്കണമായിരുന്നു, നീ എല്ലാം കൂടെ എടുത്ത എവിടെ ചെലവ്, ഞങ്ങൾ പറഞ്ഞു നിന്റെ പെങ്ങളെ
കല്യാണം കഴിപ്പിക്കാൻ അല്ലെങ്കിൽ എന്റെ പെങ്ങന്മാരുടെ കാര്യം നോക്കാൻ ഞങ്ങൾ പറഞ്ഞു. നീ എല്ലാം മുന്നിൽ നിന്ന് ചെയ്തപ്പോ ഞങ്ങൾ അങ്ങ് വേണ്ടായിരുന്നു, ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കണ്ടായിരുന്നു, ജോലിയുള്ള സർക്കാർ ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിക്കണ്ടായിരുന്നു. കാരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവര് പറയുന്നത്. കഴിയുന്നതിന് മുമ്പ് പറഞ്ഞു, എന്റെ മോനെ എങ്ങനെങ്കിലും ഈ കല്യാണം നടത്തിയാൽ മതി, നിന്റെ ജീവിതകാലം മൊത്തം അവര് മറക്കത്തില്ല. ലാസ്റ്റ് ഭാഗം പറ്റണ്ട മൂത്ത മരുമോള് വന്ന് മൂത്ത പെങ്ങളാവെന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ചേട്ടാ കല്യാണമൊക്കെ കഴിഞ്ഞു, എന്നെ വിവാഹം കഴിച്ചത് എഞ്ചിനീയറാണ്, അയാൾക്ക് അയാളുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, എനിക്ക് ഈ ഫ്രണ്ടിലുള്ള സ്ഥലം തന്നെ വേണം, അല്ലെങ്കിൽ ഇത് വേണം. ഇത് സത്യാവസ്ഥയാണ്, ഇത് പലയിടത്തും നടക്കുന്നതാണ്. അപ്പൊ ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ അച്ഛന്റെ അമ്മയുടെ ഈ പെങ്ങന്മാരുടെയും ഇവരുടെയൊക്കെ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഈ ജീവിതം ഹോമിച്ച ഈ വ്യക്തി ശശിയാകുന്നതും ചിലർ ആത്മഹത്യ ചെയ്യാറുണ്ട്, ചിലർ വട്ടുപിടിച്ചു പോകാറുണ്ട്. അപ്പൊ ഇതെന്താ പറയുന്നത്? ഇതിന്റെ കുഴപ്പമെന്ന് പറഞ്ഞാല് സ്വയം ജീവിക്കാൻ ഇവർ പഠിച്ചിട്ടില്ല. ഇവര് മറ്റുള്ളവരെ കംഫർട്ടാക്കാൻ വേണ്ടി സ്വന്തം കംഫർട്ടുകൾ ഉപേക്ഷിക്കുന്നത്. ഈ ശീലം ഇന്നേ ഇല്ലാതാക്കിയേക്കണം. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ കംഫർട്ടായിരിക്കും നോക്കേണ്ടത്. നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ട സ്വയം. നിങ്ങൾ സ്വയം സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം, നിങ്ങൾ കംഫർട്ടായിരിക്കും. നിങ്ങൾ കംഫർട്ടാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശാന്തമായിരിക്കും. നിങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തി വളരെ പക്വതയുള്ളതായിരിക്കും. നല്ല പ്രവൃത്തി ചെയ്യുന്നവൻ സമൂഹം അംഗീകരിക്കും. അപ്പൊ ആദ്യം വേണ്ടത് എന്താണ്? സ്വന്തം കാര്യം നോക്കുക. അതിനുശേഷം മതി പിള്ളേരുടെ ആയാലും ഭാര്യയുടെ ആയാലും അമ്മയുടെ ആയാലും അച്ഛൻ്റെ കാര്യം. കാരണം നിങ്ങൾ നേരെ നിന്നാൽ മാത്രമേ നമ്മുടെ കുടുംബം മുന്നോട്ട് പോകൂ. നിങ്ങൾ മാനസികമായിട്ടുള്ള പിരിമുറക്കവും എല്ലാം വെച്ചുകൊണ്ട് കടന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനം? ഈ മാനസിക പിരിമുറക്കം എന്ന് പറയാൻ ലോകത്തിലെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള തിങ്ങാണ്. ദർ ഇസ് നോ റിസൾട്ട് വെൻ യു ആർ ഇൻ എ ടെൻഷൻ. എന്ത് നിങ്ങൾ ചിലരുടെ വിചാരമുണ്ട്, ഞാനില്ലെങ്കിൽ ഈ ലോകം ഓടില്ലെന്ന്. നിങ്ങൾ മരിച്ചുപോയ ഒരു പട്ടി ഇവിടെ ചോദിക്കത്തില്ല. ഈ ലോകം അതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ആരും ചോദിക്കില്ല. നാളെ നിങ്ങൾ പട്ടിണി കിടന്ന ആരും വന്ന് വിളിച്ചില്ല. അതുകൊണ്ട് നല്ല സർട്ടിഫിക്കറ്റുള്ള അച്ഛൻ്റെ അമ്മയുടെ സർട്ടിഫിക്കറ്റുള്ള വ്യക്തിയായിരുന്നു. ലോകത്തിലെ സകലരുടെ സർട്ടിഫിക്കറ്റ് മേടിച്ച് നടക്കുന്ന വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തെ നമ്മൾ പട്ടിണി കിടാൻ പാടില്ല. ഒരു സംഭവം നിങ്ങളുടെ കൂടെ കാണില്ല. നിങ്ങളുടെ സ്വന്തം ആൾക്കാർ പോലും, നിങ്ങളുടെ ഭാര്യ പോലും, നിങ്ങളുടെ കുട്ടികൾ പോലും നിങ്ങളെ എന്ത് ചെയ്യും? ഒറ്റപ്പെടുന്നത് കാണാം. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ മാനസിക സന്തുലനമൊക്കെ നടത്തി. കാരണം ഭാര്യയുടെ പേര് വസ്തു എഴുതി വെക്കുക, ഭാര്യയുടെ പേര് സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട് എഴുതി വെക്കുക. ലാസ്റ്റ് ഭാര്യ മക്കൾ ഒന്നായിട്ട് പറയും, അമ്മേ ഈ വീട് എൻ്റെ പേരിലായാലേ എൻ്റെ കാമുകി പറഞ്ഞു എന്നെ വിവാഹം കഴിക്കത്തുള്ളൂ. അപ്പൊ നീ വിവാഹം കഴിച്ചിട്ട് ഞാൻ ഉടനെ അവിടെ പേരിൽ എഴുതി വെക്കും. നല്ലതാ മോനെ. സ്വന്തം ഭാര്യ വിശ്വാസം ആദ്യം വേണം. ദാണ്ട കിടക്കുന്നു. അമ്മ ആദ്യമേ ഔട്ടായി. അമ്മ ഔട്ടായാണ് അച്ഛൻ അറിയുന്നത്. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ അവൻ ഔട്ടാക്കിയേക്കുന്നത്. അവൻ ഔട്ടാകാൻ പോകുന്നതേ ഉള്ളൂ. കാരണം അവൻ വീണ്ടും ഭാര്യയുടെ പേരിൽ എഴുതിയേക്കുന്നത്. രണ്ടുപേരുടെ കൂടെ പേരിൽ എഴുതിയാൽ എന്താ കുഴപ്പം? എന്തുവായിരുന്നു? ആ വിശ്വാസമില്ലാത്തതിന്റെ പേരിലല്ലയോ സ്വന്തം ഭാര്യയിൽ എഴുതിപ്പിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാൻ വർഷങ്ങളൊന്നും എടുക്കാൻ പാടില്ല. ആരുടെയെങ്കിലും അനുഭവം മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആരെയും ബോധിപ്പിച്ച് ജീവിക്കാൻ പോകാതിരിക്കുക. കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബഹുമാനത്തിന് നിങ്ങൾ ബഹുമാനം കൊടുക്കുന്ന ആ വ്യക്തി നിങ്ങളെ കുറിച്ച് എന്താണ് അയാളുടെ മനസ്സിലെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ഗുരുനാഥന്മാരെ കാണുന്നുണ്ട്, നമ്മൾ ഭക്തിപൂർവ്വം നമ്മൾ അവരെ പോയി കണ്ട് കാല് തൊട്ട് വീഴാറുണ്ട്. അത് നല്ലത്. കാരണം അത് ഗുരുനാഥനാണ്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ച അധ്യാപികയാണ്. ഈ നാട്ടുകാരെ ഒക്കെ പോയി സൂചിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്? കാരണം അവരുടെ പെരുമാറ്റത്തിലും അവരുടെ രീതിയിൽ നിന്ന് ഏത് രീതിയിലാണോ നിങ്ങളോട് അവർ പെരുമാറുന്നത്, നിങ്ങളത് തിരിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ അംഗീകരിക്കാത്തവരെ നിങ്ങൾ എന്തിനു അംഗീകരിക്കണം? ഈ മാപ്പന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണോ നമുക്ക് മുന്നോട്ട് പോകാൻ? അവന്റെ യഥാർത്ഥ ജീവിതം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളെ സമൂഹത്തിൽ പുച്ഛിക്കുന്ന ഈ വ്യക്തിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ അവനെ ബഹുമാനിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പുറകിൽ ഇവൻ എന്താണ് പറയുന്നതെന്ന് അറിയാൻ പറ്റില്ല. പല അഭിപ്രായങ്ങളും. കാരണം നമ്മൾ ഒരാളെ ബഹുമാനിച്ച് നമ്മൾ അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് പുറത്തോട്ട് പോകുമ്പോൾ ഒരു ചിരി കേൾക്കാം പുറകിൽ.
അത് നിങ്ങളെക്കുറിച്ച് നല്ലതല്ല അവർ പറയുന്നത്. ആരും ഈ സമൂഹത്തിൽ സ്വന്തം ഭാര്യ, സ്വന്തം മക്കൾ, മകൾ, മരുമകൾ, സ്വന്തം അച്ഛൻ, അമ്മ. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് ധരിച്ച് വീടിന് പുറത്തോട്ടിറങ്ങുകയാണ്. ഭാര്യ എന്താ പറയുന്നത്? എന്താ ഈയിടെ നല്ല ഒരുക്കമാണല്ലോ, ഈ നീവിളെ. അച്ഛൻ ഈയിടെ ഇച്ചിരി സ്റ്റൈലാകുന്നുണ്ട്. മകന്റെ അഭിപ്രായം. മോള്, അച്ഛാ ഇച്ചിരി പൊടിക്ക് താഴെ. മോളുടെ അഭിപ്രായമാണ്. ആരും സ്വന്തം അച്ഛൻ, അമ്മ പറയുന്നു, എടാ നിനക്ക് ഇത്ര പ്രായമായില്ലേ, ഇനിയെങ്കിലും ഒരു ഇച്ചിരി. അച്ഛൻ പറയുന്നു, നീ ഇത്ര പൈസ കളയരുത് വസ്ത്രത്തിന് വേണ്ടി. നോക്കൂ, സ്വന്തം വീട്ടിൽ നിന്നുള്ള അഭിപ്രായമാണ്. കാരണം എനിക്ക് കിട്ടുന്നു നെഗറ്റിവിറ്റി. എവിടെ നിങ്ങളെ നെഗറ്റീവ് എനർജി അല്ലെ നെഗറ്റിവിറ്റി കൊണ്ട് ഡൗൺ ആക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ അതിനെ അന്നേരെ കണ്ടിക്കണം, ചോദിക്കണം, ആർക്കെങ്കിലും ഇതിൽ ഞാൻ 5 പൈസ തരാനുണ്ടോ? നിങ്ങളെ കൊണ്ട് ഞാനാണോ കഴിയുന്നത്, എന്നെ കൊണ്ട് നിങ്ങളാണോ കഴിയുന്നത്? അപ്പൊ ഏതെങ്കിലും ഒന്ന് ശാന്തമാകും. കണക്ക് ചോദിക്കുകയല്ല, കണക്ക് പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നോട് ചോദിക്കുക. ഇത് സ്വന്തം വീട്ടിൽ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സമൂഹത്തിൽ ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾ എങ്ങനെ ഒന്ന് ജീവിച്ചു നോക്കും. യു ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് ദിസ് ലൈഫ്.